കണക്കും കാര്യത്തിലേക്ക് സ്വാഗതം. നമ്മളാരും മറന്നു കാണത്തില്ലല്ലോ അല്ലേ? കേരളീയം 27 കോടി രൂപ മുടക്കി നടത്തിയത്. 27 കോടി തികഞ്ഞിട്ടില്ല. ജനുവരി 23-ാം തീയതി ഒരു 10 കോടിയും കൂടി നമ്മുടെ ധനകാര്യ വകുപ്പ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം 37 കോടി രൂപ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ജനുവരി 23-ാം തീയതി ഒരു 10 കോടി എക്സ്ട്രാ കൂടി കൊടുത്തപ്പോൾ ഞാൻ പഴയ കേരളീയത്തിൻ്റെ, അതായത് 27 കോടി മുടക്കി നടത്തി കേരളീയത്തിൻ്റെ ചെലവുകൾ ആർക്കൊക്കെ എന്തൊക്കെ പൈസ കൊടുത്തു എന്നുള്ളതിൻ്റെ സംസ്ഥാന സർക്കാരിനെ തന്നെ കണക്കെടുത്ത് വെച്ചൊന്ന് നോക്കി. അപ്പോൾ ആ കണക്കൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാം. ആരൊക്കെ നമ്മുടെ 27 കോടി വാങ്ങിച്ചെന്ന് അറിയണമല്ലോ. ഇനി ഈ 10 കോടി ആരൊക്കെ വാങ്ങിക്കുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുമായിരിക്കും, സംസ്ഥാന സർക്കാർ പുറത്ത് പറയുകയാണെങ്കിൽ. പക്ഷേ 27 കോടി വാങ്ങിച്ചവരുടെ ചിലരുടെ പേരുകൾ മാത്രം ഞാൻ വായിക്കാം. ജയചന്ദ്രൻ ഷോ 1 കോടി രൂപയ്ക്ക് മുകളിലാണ് വാങ്ങിച്ചത്. KS ചിത്ര 22 ലക്ഷം. സ്റ്റീഫൻ ദേവസിയും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഷോ നടത്തിയതിന് 13 ലക്ഷം. മാജിക് പ്ലാനറ്റിന് 2,12,000 രൂപ. കൊച്ചിൻ കലാഭവനും ജയരാജ് വാര്യരും കൂടി നമ്മളെ ചിരിപ്പിച്ചതിന് 2,20,000 രൂപ. ഇലിമിനേഷൻ ഇട്ടതിന് 1 കോടി രൂപ. കൾച്ചറൽ കമ്മിറ്റിക്ക് ഏകദേശം 3 കോടി 14 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ കമ്മിറ്റിക്ക് 9 കോടി 39 ലക്ഷമാണ് കൊടുത്തിരിക്കുന്നത്. 9 കോടി 39 ലക്ഷം ഇൻസ്റ്റലേഷൻ വെച്ചതിന് കേട്ടോ. റിസപ്ഷനും താമസം, ഈ വന്നവരൊക്കെ റിസീവ് ചെയ്തതിനും അവരെ താമസിപ്പിച്ചതിനുമായിട്ട് 1 കോടി 81 ലക്ഷം. ഫ്ലൈറ്റ് ചാർജ് ഇനത്തിൽ മാത്രം 1 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ഫെസ്റ്റിവൽ ഇനത്തിൽ ഏകദേശം 85 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഫ്ലവർ ഷോ ഏകദേശം 81 ലക്ഷം രൂപ കൊടുത്തു. ഫിലിം ഫെസ്റ്റിവലിന് 61 ലക്ഷം രൂപ കൊടുത്തു. സോഷ്യൽ മീഡിയ പ്രൊമോഷന് 30 ലക്ഷം രൂപ കൊടുത്തു. ഇതെല്ലാം എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ലഭ്യമാകാതിരിക്കുമ്പോഴും, നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കിടപ്പ് രോഗികൾക്ക് പാലും ബ്രെഡും മറ്റും കൊടുക്കാൻ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുമ്പോഴും, നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി മുടങ്ങുമ്പോഴും, പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ മുടങ്ങുമ്പോഴും, KSRTCയിലും മറ്റും പെൻഷൻ മുടങ്ങുമ്പോഴും, മറ്റ് കലാ അക്കാഡമികളിൽ ശമ്പളം മുടങ്ങുമ്പോഴുമാണ് 27 കോടി രൂപ ഈ ജയചന്ദ്രൻ ഷോ തൊട്ട് താഴെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വരെയുള്ളവർക്ക് കൊടുത്തത്. ആ കൂട്ടത്തിൽ ഇപ്പോൾ ജനുവരി 23-ാം തീയതി 10 കോടിയും കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. അങ്ങനെ മൊത്തം 37 കോടിയുടെ കേരളീയം എന്ന് നമ്മൾ പറയണം. 27 കോടിയല്ല, 37 കോടിയുടെ കേരളീയം. നന്ദി, നമസ്കാരം.